എനിക്ക് അവിടത്തേക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ ദേവി. എന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കൂ. ധൈര്യം നൽകൂ എന്റെ ശത്രുവായ അവനോട് പകരം വീട്ടാൻ, ആ ജലാലിനോട്. ഇത്തരത്തിൽ പൂജയുടെ സമയത്ത് ശത്രുക്കളുടെ പേര് പറയാൻ പാടില്ല ജോധ. പറയപ്പെടുന്നത് പൂജയുടെ സമയത്ത് നാവിൽ സരസ്വതി വസിക്കുമെന്നാണ്. ആ സമയത്ത് ആരുടെ പേരാണ് ഉരുവിടുന്നത്, ദേവിയുടെ അനുഗ്രഹം ആ പേരിന്റെ ഉടമയ്ക്ക് ലഭിക്കുമെന്നാണ്. ഞാൻ എനിക്ക് വേണ്ടിയാണ് അനുഗ്രഹം ചോദിച്ചത് മാതാശ്രീ. പിന്നെ ജലാലിനായി മരണവും. പക്ഷേ അതിനുള്ള സമയം ഇതല്ല. മേനാവതി, ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെല്ലാവരും ഉത്സവത്തിനായി പോയിക്കോളൂ. നാം തെറ്റായി എന്തെങ്കിലും പറഞ്ഞോ? പിന്നല്ലാതെ എന്താ, ശിവന്റെയും പാർവതിയുടെയും വിവാഹ ദിനമാണ്. ഇന്ന് നീ നിന്റെ പ്രണയത്തെക്കുറിച്ച് മാത്രമാണ് പറയേണ്ടത്. ആ സമയം എന്റെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് നാവിൽ നിന്നും ഉരുവിട്ടു. അതുമല്ല, ദേവി എന്ത് ചെയ്താലും അത് നല്ലതിനു വേണ്ടിയാണ്. ദേവിക്കറിയാം എന്റെ മനസ്സിൽ എന്താണെന്ന്. ആ ജലാലിന്റെ അന്ത്യം കുറിക്കാൻ സാധിക്കുന്ന ഒരു വരൻ. സുബ്ഹാനല്ലാ. ഇതിനെയാണ് പറയുന്നത് ചേരുന്നത് തമ്മിലേ ചേരൂ എന്ന്. ഷഹൻഷാ ജലാലുദ്ദീൻ, ഹിന്ദുസ്ഥാനിലെ രാജ്ഞി ബീഗം ഹമീദ ഭാനു അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അവിടുന്ന് ഇവിടെ? ഞാനിന്ന് ഷരീഫ വരെ വന്നതാണ്. അപ്പൊ കരുതി എന്റെ മകനെ കൂടി ഒന്ന് കാണാമെന്ന്. എന്നിട്ട് അവനോട് ചോദിക്കണം അവൻ എപ്പോഴാ മടങ്ങുന്നതെന്ന്. അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അവിടുന്ന് ഇവിടേക്കൊരു സന്ദേശം അയച്ചിരുന്നുവെങ്കിൽ നാം അതിന് മറുപടി നൽകുമായിരുന്നു. സന്ദേശോ? അത് ഒരു ചടങ്ങ് മാത്രമല്ലേ. ഒരാളെ അന്വേഷിച്ചു വരുന്ന അത്രയും അയാൾക്ക് സന്ദേശം അയച്ച വിലയുണ്ടാവില്ലല്ലോ ജലാൽ. ഒരു പക്ഷെ നമുക്ക് അവരുടെ സന്ദേശം വിലപ്പെട്ടതാണ്. അവിടുത്തെ സാമീപ്യത്തെക്കാൾ ആ സന്ദേശമാണ് നമുക്ക് വിലപ്പെട്ടത്. ജലാൽ, ക്ഷമിക്കൂ. ഈ സമയം നാം നിസ്സഹായനാണ്. രജപുത്രന്മാരുമായുള്ള യുദ്ധം അടുത്തെത്തിയിരിക്കുന്നു. നാം അമീറിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് തിരികെ ചെല്ലുമ്പോൾ ഉമ്മയോട് പറയണം നാം അവരെ ഓരോ നിമിഷവും ഓർക്കാറുണ്ടെന്ന്. ഒരു കാര്യം കൂടി പറയണം, ജലാൽ ഒരിടത്തും ഉറച്ചു പോയിട്ടില്ലെന്നും. പിന്നെ എന്റെ ബീഗം റുക്കിയോട് അവിടുന്ന് പറയണം നാം അവളെ ദിവസത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും ഓർമ്മിക്കാറുണ്ടെന്ന്. അപ്പൊ എന്നെ നീ ഓർമ്മിക്കാറേ ഇല്ലേ? ഓർക്കാറുണ്ട്. ഏതെങ്കിലും അനാഥ കുഞ്ഞ് കല്ലുകൾക്കിടയിലിരുന്ന് കരയുന്നത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ തീർച്ചയായും ഓർക്കാറുണ്ട്. ഒരു പക്ഷേ ഉപേക്ഷിച്ച അമ്മയ്ക്കും നിങ്ങളെപ്പോലെ എന്തെങ്കിലും നിസ്സഹായ അവസ്ഥ ഉണ്ടായേക്കാം. ഖുദാഫിസ്. വരൂ മഹാറാണി, താമസ സ്ഥലത്തേക്ക് പോകാം. ഇല്ല, നമുക്ക് ഡൽഹിയിലേക്ക് തിരികെ പോകാം. ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അവിടുന്ന് ജലാലിനെ ഒരു നോക്ക് കാണാനല്ലേ വന്നത്? എന്നെ കണ്ടതുകൊണ്ട് അവന്റെ കണ്ണുകളിൽ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. ജലാൽ അവന്റെ തെറ്റിദ്ധാരണ കാരണം എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധാരണയോ? സെഹൻഷാ സൂര്യയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി
ഞങ്ങൾ ഒളിച്ചു കഴിയുകയായിരുന്നു. അമ്മേ, സാമ്രാട്ടിന്റെ ആജ്ഞ അനുസരിച്ച് ഷെഹൻഷായെ തടവിലാക്കാനായി സൈന്യം വളഞ്ഞിരിക്കുകയാണ്. ഷെഹൻഷാ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരുങ്ങുകയാണ്. എനിക്കും അദ്ദേഹത്തോടൊപ്പം ഇവിടെ നിന്ന് പോകണം. എവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുമെന്നറിയില്ല. അതിനാൽ എനിക്ക് ജലാലിനെ ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കില്ല. അമ്മ മാത്രമേ ഉള്ളൂ വിശ്വസിക്കാൻ സാധിക്കുന്നതായ ഒരാൾ. അതുകൊണ്ട് ഇവന്റെ ഉത്തരവാദിത്വം ഞാൻ അമ്മയെ ഏൽപ്പിക്കുകയാണ്. അന്നു മുതൽ ജലാൽ അമ്മ മങ്കയെ അമ്മയായി കാണുകയാണ്. അവൻ എന്നിൽ നിന്ന് അകലുകയും ചെയ്തു. പക്ഷേ ജലാലിനെ ആ വഴിയിൽ നിന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം. അവിടുന്ന് ജലാലിന്റെ സ്വന്തം അമ്മയാണ്. അതൊന്നും ഷെഹൻഷായെ ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പൊ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പ്രകാശമായ അവന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒരാൾ വരണം. ഈ ഇരുട്ടിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരാൾ. എത്ര മനോഹരമായിരിക്കുന്നു. എത്ര സുന്ദരമായിട്ടാണ് നൃത്തം ചെയ്യുന്നത്. സുകന്യ, ആ മാതാശ്രീ, എന്താ ചെയ്യുന്നേ? നാം വെറുതെ ഈ വളകൾ. വരൂ. ഞാനിപ്പോ വരാം അമ്മേ. ശരി. മുഗളന്മാരെ പരാജയപ്പെടുത്തുന്നതിന് നാം എല്ലാം സംഘടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായാണ് നിങ്ങളെ എല്ലാവരെയും നാം ഇങ്ങോട്ട് വിളിച്ചത്. കാരണം മുഗളന്മാർ ഇത് മനസ്സിലാക്കണം. അവർക്ക് നമ്മെ കാണുമ്പോൾ വിരലുകൾ പോലെ വ്യത്യസ്തമായി തോന്നുമെങ്കിലും മുഷ്ടി പോലെ നമ്മൾ ഒന്നായിരിക്കും. അവർ ശക്തരാണെങ്കിൽ നാം അതിശക്തരാണ്. പക്ഷെ ഇങ്ങനെയും ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങ് അവരോട് സഹായം ചോദിച്ചെന്ന്. അക്കാര്യം കള്ളമാണ്. വരൂ, നമുക്ക് എല്ലാ പേർക്കും ഒന്നായി മാറാം. ഒരേ മുഖം, ഒരേ ലക്ഷ്യം, ഒരേ ഒരു ശത്രു. മുഗളന്മാർക്ക് കാണിച്ചു കൊടുക്കണം രജപുത്രരുടെ പരാജയം അസംഭവ്യമാണെന്ന്. പക്ഷേ നാം ജലാലുമായി ശത്രുത ആഗ്രഹിക്കുന്നില്ല. നാമും ശത്രുത ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അയാൾ നമ്മുടെ ശത്രുവാണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. അരേ വാ, അരേ വാ, ഭലേ ബേഷ്. കൊള്ളാം കൊള്ളാം. വളരെ നന്നായി, വളരെ നന്നായി. ഒരുപക്ഷെ വിധി ഇദ്ദേഹത്തെ എനിക്കായി പറഞ്ഞു വെച്ചതായിരിക്കുമോ? ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറയട്ടെ, ആരാണ് ചേച്ചിയുടെ മാല മോഷ്ടിച്ചത്? ചേച്ചിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായി എന്ന്. വേണ്ട, ഇദ്ദേഹം ഒരു രജപുത്രൻ തന്നെ. കാഴ്ചയിലും അതെ, ശൗര്യത്തിലും അതെ. ഇദ്ദേഹം ജോധായ്ക്ക് യോഗ്യനാണ്. അമീറിനും. മേനാവതി, നാം ജോധായ്ക്ക് ഒരു വരനെ കണ്ടെത്തി. സത്യം? ആരാത്? വരൂ. അതാ നോക്കൂ. എന്നെ കൊണ്ട് സത്യം ചെയ്യൂ. നീയാണ് സത്യം മേനാവതി. നമുക്കിവരെ കണ്ടപ്പോൾ തോന്നിയത് ശിവപാർവതിമാരെ പോലെ ചേർച്ചയുള്ളവരായാണ്. നമുക്ക് തോന്നുന്നു ആ കുമാരിയുടേതാണ് ഈ മാല എന്നാണ്. ഇതുപോലുള്ള കമ്മലും ഇതുപോലുള്ള വളകളും.
ഒരുപക്ഷെ ഇത് കുമാരിയുടേതായിരിക്കും. പക്ഷേ ഇത് അങ്ങേക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? എന്റെ സുഹൃത്തിൽ നിന്നും. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ വിധിയിൽ നിന്നാണെന്നാ. അതൊരിക്കലും കാണാൻ സാധിക്കില്ല, പക്ഷെ എപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ, അവിടുത്തെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു വസ്തു നമ്മുടെ കൈകളിലേക്ക് എത്തിയത്. നമുക്ക് അവിടുത്തെ പേരറിയാൻ സാധിക്കുമോ? എന്തിനാ അറിയുന്നത്? ഇനിയും കുമാരിയുടെ എന്തെങ്കിലും വസ്തു നമ്മുടെ കൈ കിട്ടിയാ കുമാരി എനിക്ക് പേര് പറഞ്ഞ് വിളിക്കാലോ. എങ്കിലങ്ങയുടെ സുഹൃത്തിനോട് തന്നെ ചോദിച്ചോളൂ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങയുടെ വിധിയോട്. അല്ല ചേച്ചി, ഈ മാല ചേച്ചിക്ക് എവിടെ നിന്ന് കിട്ടി? ഒരുപക്ഷെ വീണുപോയതാവും. ഒരു രാജകുമാരനാ തിരികെ തന്നത്. അതാരാ? അതറിയില്ല. അദ്ദേഹത്തിന്റെ മുഖം നാം കണ്ടില്ല. കണ്ടില്ലേ? പക്ഷെ കുമാരിയുടെ മാല എന്റെ കയ്യിലുണ്ട്. കുമാരി അമ്പ ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ താഴെ വീണതാണ്. അപ്പോൾ ഈ മാലയോ? അതെന്റേതാ ചേച്ചി. ഏത് രാജകുമാരനാണോ ചേച്ചിക്ക് ഈ മാല തന്നത്, സുകന്യ ചേച്ചിക്ക് അയാളെയാ ഇഷ്ടമായത്. അമ്മയോടും അച്ഛനോടും അത് പറയാൻ പോവുകയായിരുന്നു ഞാൻ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വെറുതെ ഒരു തമാശക്കാണ് അവരവരുടെ വരനെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ തന്നെ ബന്ധവും ഉറപ്പിക്കുകയാണോ? എനിക്കറിയില്ല ചെയ്തത് തെറ്റോ ശരിയോ എന്ന്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശരി, നിനക്ക് അദ്ദേഹത്തെ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നാം പിതാശ്രീയോട് സംസാരിക്കാം. സത്യമാണോ ചേച്ചി? പക്ഷെ ചേച്ചി എന്താണ് പറയുക? ഇത് തന്നെ. എനിക്ക് വേണ്ടി വരണേ അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷിച്ചോളൂ. പക്ഷെ സുകന്യ ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന്. ഇനിയെല്ലാം നടത്തേണ്ട കാര്യമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് കണ്ടെത്തിയിട്ടുണ്ടാകുമല്ലോ. രാജാ സൂര്യപാൽ സിംഗ്. അവിടെ നിൽക്കുന്ന ആ കുമാരിമാരിൽ നീലവസ്ത്രം ധരിച്ച കുമാരിയുടെ പേരെന്താണ്? ഓ, രാജകുമാരി ജ്യോതയോ? അമീറിന്റെ രാജാവിന്റെ മൂത്ത മകളാണ്. ജ്യോത. പോകാം. ശരി. ഇപ്പൊ ചേച്ചി ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്ഥിതിക്ക് ബന്ധം ഉറച്ചു എന്ന് കരുതിക്കോളൂ. എനിക്ക് തോന്നുന്നു രാജകുമാരി ഏതോ കുമാരനെ കണ്ടുവന്ന്. അദ്ദേഹത്തെ കുറിച്ചല്ലേ ഓർക്കുന്നത്? നാം ആരെയും കണ്ടില്ല മോത്തി. പക്ഷേ സുകന്യ അവൾക്കായി ഒരു രജപുത്രനെ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, രാജകുമാരി സുകന്യയും അവൾക്കായി ഒരാളെ കണ്ടെത്തി. കുമാരി എപ്പോഴാ കണ്ടെത്തുക? മോത്തി, നാം ഉറപ്പിച്ചിരിക്കുകയാണ്. ജലാലിനെ വകവരുത്താൻ സാധിക്കുന്ന ഒരു വീരൻ തന്നെ പറയുന്നു. എന്ത് ശത്രുതയാണുള്ളത് ജലാലിനോട്? അയാൾ മനുഷ്യനെ മനുഷ്യനായി അല്ല കാണുന്നത്. ഭഗവാന്റെ ക്ഷേത്രത്തെ പോലും വെറുതെ വിടുന്നില്ല. അയാളുടെ വഴിയിലേക്ക് ആര് വന്നാലും അവരെ നശിപ്പിക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ രാജകുമാരി, അങ്ങനെ ആകണമെന്നില്ലല്ലോ. ആളുകൾ പറയുന്നതൊക്കെ സത്യമാകണമെന്ന് ആർക്കറിയാം? ആ സൈനികർ അയാളെ മുൻനിർത്തി തെറ്റുകൾ ചെയ്യുന്നതാണെങ്കിലോ? ജലാലിന് ഇതൊന്നും അറിയില്ലായിരിക്കാം. അയാൾ അന്ധനും ബധിരനൊന്നും അല്ല. അയാളുടെ ആജ്ഞയോട് തന്നെ ആയിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ജ്യേഷ്ഠൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അയാൾ ഒരു നിർദ്ദയനാണെന്ന്. നാം ഇങ്ങനെയും കേട്ടിട്ടുണ്ട് അവനവന്റെ അമ്മയെ പോലും സ്നേഹിക്കുന്നില്ലെന്ന്. മനുഷ്യനല്ല, കല്ലാണ് അയാൾ, കല്ല്. അവന്റെ ഹൃദയത്തിൽ മനസ്സില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രമാത്രം സമയം അവിടുന്ന് ആ ജലാലിനെ കുറിച്ച് ചിന്തിക്കുന്നോ, അയാളെ വെറുക്കുന്നതിനായി ഉപയോഗിക്കുന്നോ, ആ സമയം അവിടുന്ന് ഇത് ചിന്തിക്കൂ, അവിടുന്ന് സ്നേഹിക്കേണ്ട ആളെ കുറിച്ച്. അങ്ങനെയെങ്കിൽ കുമാരിയുടെ പ്രണയകഥ ഇവിടെ ആരംഭിക്കുമായിരുന്നു. ചരിത്രത്താളുകളിൽ അത് എഴുതപ്പെടുകയും ചെയ്യുമായിരുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ നാം എന്റെ പ്രണയകഥ എഴുതാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത്രയും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്.
എപ്പോൾ ചരിത്രത്തിന്റെ താളുകളിൽ ജലാലിന്റെ അധ്യായം എഴുതപ്പെടുന്നോ അതിൽ ഒരേട് നമ്മുടെ പേരിലുള്ളതായിരിക്കും. ആ ഒരേട് ജലാലിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. അങ്ങനെ പറയരുത് കുമാരി. ഓർമ്മയുണ്ടോ അവിടുത്തെ അമ്മ പറയാറുള്ളത്? ദിവസത്തിൽ ഒരു തവണയെങ്കിലും സരസ്വതി ദേവി നമ്മുടെ നാവിന്മേലിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കുമാരിയുടെ പേര് ചരിത്രത്തിൽ ആ ജലാലിനൊപ്പം എഴുതി ചേർക്കാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മോത്തി, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഈ സമയത്ത് അമ്മ സരസ്വതി എന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരിക്കണമേ എന്ന്. ജ്യോതി അതിന് കാരണമായി തീരട്ടെ. ഭാരത മണ്ണിന്റെ രക്ഷയ്ക്ക് ഭീഷണിയായ ഷെഹൻഷായുടെ ജീവന് ഭീഷണിയാകാൻ. ചരിത്രവും വിധിയെ പോലെ തന്നെയാണ് കുമാരി. ആരുടെ പേര് ആരോടൊപ്പം എവിടെ ഏത് രൂപത്തിൽ എഴുതപ്പെടുന്നു അതാർക്കും അറിയില്ല. കുമാരിയുടെ പേര് ആർക്കൊപ്പം എഴുതാൻ പോകുന്നുവെന്ന്. ഒരു കാര്യം ഓർമ്മിക്കണം ജലാൽ, ചരിത്രത്താളുകളിൽ അങ്ങയുടെ പേര് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തായിരിക്കും എഴുതപ്പെടുക. ഇന്ന് പെട്ടെന്ന് അങ്ങേക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താണ് ഖാൻ ബാബ? പെട്ടെന്നൊന്നുമല്ല, വർഷങ്ങളായി നാം കാണുകയാണ്. വിജയത്തിന്റെ ചരിത്രവുമായി ജനിച്ചവനാണങ്ങ്. ശത്രുവായാലും മിത്രമായാലും രണ്ടുപേരിലും ഒരുപോലെ സ്വാധീനം ചെലുത്താനാകും അങ്ങേക്ക്. യുദ്ധക്കളത്തിലായാലും കൊട്ടാരത്തിലായാലും വിജയം അങ്ങയുടേത് മാത്രമായിരിക്കുന്നതാണ്. രാത്രിയിൽ ഉറങ്ങുന്ന നേരത്ത് പോലും അങ്ങയുടെ ആയുധം അങ്ങയുടെ അരികത്ത് നിന്ന് ഒരു നിമിഷം പോലും മാറാറില്ല. മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ അയാളുടെ ഉറക്കത്തിൽ പോലും അയാളിൽ നിന്നും അകലാറില്ല ഖാൻ ബാബ. പിന്നെ നാം എന്തിന് ഈ വാള് മാത്രമായി മാറ്റിവെക്കണം? ഇതിലൂടെയാണ് ഞാൻ ചരിത്രം കുറിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. അങ്ങയുടെ പക്കൽ ഹൃദയമില്ല, എന്നാൽ നമ്മുടെ മനസ്സ് പറയുന്നു ഈ ഹിന്ദുസ്ഥാൻ അങ്ങയുടെ മുഷ്ടിയിൽ ഒതുങ്ങുമെന്ന്. പിന്നെ ആ മുഷ്ടി ഒരിക്കലും ആർക്കും തുറക്കാൻ സാധിക്കുന്നതല്ല. ആമീൻ. സുമാമീൻ. നാം കണ്ടിട്ട് ഈ വാളിന് ഇത്രയും മൂർച്ച പോരാ. സലാം പ്രഭു. ജോധ്പൂർ നാട്ടിലെ സൈന്യാധിപൻ കാഞ്ചമാൽ അങ്ങേ കാണാനെത്തിയിരിക്കുന്നു. വരാൻ പറയൂ. അങ്ങനെ വിളിപ്പിച്ചിരുന്നു ഖാൻ ബാബ. നീ ബാദ്ഷാ സലാമത്തിനെ കണ്ടിരുന്നോ? കണ്ടു. എന്തിന്? വളരെ അത്യാവശ്യമായ ഒരു കാര്യം സംസാരിക്കാൻ പോയതാണ്. നമ്മുടെ അനുവാദമില്ലാതെ ഇവിടെ ആരും ബാദുഷയെ കാണാൻ പാടില്ലെന്നറിയില്ലേ? അത് നമ്മുടെ ഉത്തരവായിരുന്നു. അതറിയാമായിരുന്നിട്ടും എന്തിനത് ലംഘിച്ചു? ഇവിടെ നിന്നും കടന്നു പോകൂ. നാം നിന്നെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുകയാണ്. എന്നെ പുറത്താക്കാൻ ഷെഹൻഷായ്ക്ക് മാത്രമേ സാധിക്കൂ. അങ്ങേക്ക് സാധിക്കില്ല. ഷെഹൻഷാ എന്നെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ഷെഹൻഷാ ഖാൻ ജമാലിനോടൊപ്പം അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഖാൻ ബാബ, എന്താ അങ്ങ് ഖാൻ ജമാലിനെ അയാളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറത്താക്കുകയുണ്ടായോ? സംശയം വേണ്ട. അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇദ്ദേഹമല്ല. അതിനുള്ള അവകാശം അങ്ങയ്ക്ക് മാത്രമാണ്. ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ യാതൊരു അധികാരവുമില്ല.